കേരളത്തിൽ യു.ഡി.എഫിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന മുന്നണികളും പാർട്ടികളും ഇപ്പോൾ പേടിയോടെ കേൾക്കുന്ന ഒരു പേരാണ് കനുകോലു. സുനിൽ കനുകോലു, രാഷ്ട്രീയ ചാണക്യൻ. ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്ന പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ ഒരാളാണ് സുനിൽ കനുകോലു. രാഷ്ട്രീയം അരച്ചുകലക്കി കുടിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കൾക്കും പാർട്ടികൾക്കും ജനമധ്യത്തിൽ എങ്ങനെ ഇമേജ് വർദ്ധിപ്പിക്കാമെന്ന് പഠിച്ച് പ്രയോഗത്തിൽ വരുത്തുന്നതിൽ നിപുണനായ ആളുമാണ് കനുകോലു. കർണാടകത്തിലെ ബെല്ലാരിയിൽ നിന്നുള്ള കനുകോലു മുമ്പ് മെക്കിൻസി എന്ന ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. രാഷ്ട്രീയ രംഗത്ത് പൊതുചലനങ്ങൾ സംബന്ധിച്ച പരിചയം ലഭിക്കുന്നത് പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിലുള്ള സിറ്റിസൺ ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്ന ടീമിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെയാണ്. 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി നടന്ന പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ടീമിലെ അംഗമായിരുന്നു കനുകോലു. ബി.ജെ.പിയുടെ പ്രചാരണത്തിനായി അസോസിയേഷൻ ഓഫ് ബ്രില്യൻ മൈൻഡ്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ കനുകോലു യു.പി., ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഹിമാചൽ എന്നിവിടങ്ങളിൽ ബി.ജെ.പിയുടെ വിജയത്തിനു പിന്നിൽ പ്രവർത്തിക്കുകയുണ്ടായി. തമിഴ്നാട്ടിലും സുനിൽ കനുകോലു പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി.എം.കെയുടെ എം.കെ. സ്റ്റാലിന്റെ നമുക്കുനാമേ എന്ന പേരിലുള്ള പ്രചാരണത്തിന് നേതൃത്വം നൽകിയതും കനുകോലുവാണ്. അന്ന് 39 സീറ്റിൽ 38 ഡി.എം.കെ. സഖ്യം നേടിയതോടെ കനുകോലുവിന് തമിഴ്നാട്ടിൽ വലിയ പേരായി. മറ്റു പാർട്ടികൾക്കു വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കനുകോലു. പ്രൊഫഷൻ എന്ന നിലയിലാണ് മറ്റുള്ളവർക്കായി പണി ചെയ്തത്. എന്നാൽ 2022 മേയിൽ കനുകോലു ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേർന്നു. ഇൻക്ലൂസീവ് മൈൻഡ് എന്ന കൺസൾട്ടിംഗ് സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. ബെംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഡാറ്റ അനലിറ്റിക്സ്, രാഷ്ട്രീയ തന്ത്രങ്ങൾ, സമൂഹമാധ്യമ പ്രചാരണം തുടങ്ങിയ മേഖലകളിലാണ് ശ്രദ്ധയൂന്നുന്നത്. കോൺഗ്രസിനു വേണ്ടി കനുകോലു പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം 2 വലിയ വിജയങ്ങൾ അവർക്കുണ്ടായി. ഒന്ന് തെലങ്കാനയിലെ വിജയമാണ്. 2023 തെലങ്കാന തിരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനം ഉണ്ടായതുമുതൽ ഭരിച്ചുവന്ന കെ. ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരതരാഷ്ട്ര സമിതി സർക്കാരിനെ പുറത്താക്കി കോൺഗ്രസ് ചരിത്രപരമായ വിജയം നേടുകയായിരുന്നു. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് കനുകോലുവാണ്. കർണാടകത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലും മുഖ്യ രാഷ്ട്രീയ ചാണക്യൻ കനുകോലുവായിരുന്നു. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ കർണാടകത്തിൽ വരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതും കനുകോലുവാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയാണ് കനുകോലു. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ ആശയം ആവിഷ്കരിച്ചതും കനുകോലുവായിരുന്നു. 2022 സെപ്റ്റംബറിലായിരുന്നു 150 ദിവസം നീളുന്ന ജോഡോ യാത്ര പ്ലാൻ ചെയ്തത്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ നീണ്ട യാത്ര വലിയ തോതിൽ ജനങ്ങളെ ആകർഷിച്ചെങ്കിലും ഉദ്ദേശിച്ചത്ര ഫലം തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെന്നത് വേറെ കാര്യമാണ്. കർണാടകയിലെ ബെല്ലാരി ജില്ലയിലെ ഒരു വ്യവസായ കുടുംബത്തിലാണ് 43 വയസ്സുകാരനായ കനുകോലു ജനിച്ചത്. അമ്മ തെലങ്കാന സ്വദേശിയും അച്ഛൻ കർണാടകക്കാരനുമാണ്. ബെല്ലാരിയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ചെന്നൈയിലേക്ക് താമസം മാറി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദവും ന്യൂയോർക്ക് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. വളരെ സിമ്പിളായി പെരുമാറുകയും ലോ പ്രൊഫൈൽ എന്നു പറയാവുന്ന മട്ടിൽ ഒതുങ്ങിപ്പെരുമാറുകയും ചെയ്യുന്ന കനുകോലു തന്റെ സ്വകാര്യ ജീവിതത്തെയും കുടുംബത്തെയും മാധ്യമങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന ശൈലിയാണ് പിന്തുടരുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി യു.ഡി.എഫിനെ സജ്ജമാക്കുക എന്ന ചുമതലയാണ് കനുകോലു ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും സർവേകൾ നടത്തിവരുന്നു. കേരളത്തിൽ യു.ഡി.എഫിന് 90 മുതൽ 100 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന സർവേ റിപ്പോർട്ട് അടുത്തിടെ കനുകോലു സമർപ്പിച്ചതോടെയാണ് എതിരാളികൾക്ക് ഞെട്ടലുണ്ടായത്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. ജനങ്ങളാണ് ഞങ്ങളുടെ കനുകോലു എന്ന് അടുത്തിടെ ഒരു വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പറയേണ്ടി വന്നതും ഓർക്കുമല്ലോ.